യെശയ്യാവിൻ്റെ പ്രവചനം 45-2 വാക്യമാണ് നാം വായിച്ചത്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ചു കളയുകയും ചെയ്യും. ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും. എത്ര പേർക്ക് ഹൃദയത്തിൽ നിന്ന് പറയുവാൻ കഴിയും, എനിക്ക് മുമ്പായി പോകുന്ന ഒരു ദൈവമുണ്ടെന്ന്? എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എത്രയോ പരാജയത്തിൻ്റെ ശബ്ദങ്ങൾ മണത്തു നിൽക്കുന്ന സമയത്തും എനിക്ക് മുമ്പായി ഇറങ്ങിയ ആ ദൈവ സാന്നിധ്യത്തിന്, ആ ദൈവത്തിന് എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി നന്ദി ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? അങ്ങനെയുള്ള അതിരങ്ങളൊക്കെ തുറന്ന് അല്പസമയങ്ങൾ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് ഞാൻ നിനക്ക് മുമ്പായി ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി വഴിക്ക് ഇട്ടേച്ച് പോകുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമല്ല, പകുതിയിൽ നിർത്തിയിട്ട് നീ മോനെ നീ എങ്ങനെയെങ്കിലും പൊക്കോ എന്ന് പറയുന്ന കർത്താവിനെയല്ല നാം സേവിക്കുന്നത്. എനിക്ക് മുമ്പായി പോകുന്ന, എനിക്ക് മുമ്പായി ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ട്, അയ്യോ ഞാൻ എവിടെ ഇരുന്നേക്കാം അവൻ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു കർത്താവിനെയല്ല ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് മുമ്പായി ചെന്നിട്ട് അവിടെയുള്ള ദുർഘടങ്ങളെ നീക്കിയിട്ട് താമ്രത്തിന്റെ ഏത് വഴികളും തകർത്തിട്ട് ഇരുമ്പിന്റെ ഏത് ഘടനയും മാറ്റിയിട്ട് അവിടെ എനിക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ യേശുവിന്റെ നാമത്തെ കരങ്ങളെ തട്ടി ആത്മാവിൽ അതിനൊന്ന് പ്രതികരിച്ച് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അവിടെ പറയുന്നു, ഞാൻ പറഞ്ഞ പദങ്ങളാണ്, നിങ്ങളധികം പേരില്ലാത്തത് കൊണ്ട് അതൊന്നും കൂടെ എടുത്തു പറയുക. അവിടെ പറയുന്നു ദുർഘടങ്ങൾ, ദുർഘടങ്ങൾ, ദുർഘടങ്ങൾ. 2 പദങ്ങളാണ്, ദുർ പ്ലസ് ഘടങ്ങൾ. മലയാളം പദം പിരിച്ചെഴുതുമ്പോൾ ദുർ പ്ലസ് ഘടങ്ങൾ. ദുർ എന്ന് പറഞ്ഞാൽ ചീത്തയായ, അനിഷ്ടം നിറഞ്ഞ, മോശമായ, കൊള്ളില്ലാത്ത എന്നൊക്കെയുള്ള പദങ്ങളാണ് ദുർ എന്ന പദങ്ങൾ നമ്മൾ പറയുന്നത്. ഘടങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ദുരിതം നിറഞ്ഞ, അനിഷ്ടമായ, കഷ്ടത നിറഞ്ഞ, നെടുവീർപ്പ് നിറഞ്ഞ എന്നൊക്കെയുള്ള സംഭവങ്ങൾ. അതിന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ഷോഭം, ഭൂകമ്പം, കൊടുങ്കാറ്റ്, പ്രളയം, ഇതൊക്കെ അനിഷ്ടമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ. അപകടങ്ങൾ, പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള അപകടങ്ങൾ, സാമൂഹികമായ ദുരന്തങ്ങൾ. വ്യക്തിപരമായിട്ട് നോക്കിയാണ് നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും, കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു പോയാൽ അതൊക്കെ നമുക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദുർഘടങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ആത്മീകമായ ദുർഘടങ്ങളുമുണ്ട്. ദൈവം എന്നിൽ നിന്നും അകന്നു പോയോ, എന്നെ കേൾക്കാതെ പോയോ, എനിക്ക് ആത്മവിശ്വാസം, പ്രാർത്ഥിക്കുമ്പോൾ പോലും ഒരു വിശ്വാസമില്ലായ്മ, ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ ദുർഘടത്തിനകത്താണ് നിങ്ങളായിരിക്കുന്നത്. ഇന്ന് പകലിൽ ദുർഘടത്തിനകത്ത് പെട്ടുപോകാനല്ല, ആ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ച് കളഞ്ഞ് നിനക്ക് മുമ്പായി പുറപ്പെടുന്ന ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചോടെ ആത്മീക ദുർഘടങ്ങളെ മറികടക്കുവാൻ കഴിയുന്ന ഒരു അമിത ബലം നിന്റെ മേൽ പകർന്ന് ഇന്ന് പകൽ ജയത്തോടെ നടത്തുവാൻ വിശ്വസ്തനായവന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കപ്പെടുമാറാകട്ടെ. അന്ന് അവിടെ പറഞ്ഞ ഒരു സെൻറ്റൻസും കൂടെ. താമ്രത്തിൻ്റെ പ്രത്യേകത, എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. നമുക്ക് പഴയ നിയമകാലത്ത് നോക്കിയാൽ താമ്രത്തിൻ്റെ വാതിലുകളെ ആലയത്തിനകത്ത് പണിയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൊത്തുപണി ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. ഒരു അല്പം ഒരു ചതവ് പറ്റിയാലും അതിനെ അടുത്ത നിമിഷം ചൂടാക്കിയാൽ വീണ്ടും അതിനെ പഴയ രൂപത്തിലേക്ക് ആക്കാൻ പറ്റും. പക്ഷേ ഇരുമ്പിൻ്റെ പ്രത്യേകത, ഒരിക്കലും അത് വളയത്തില്ല, ഒരിക്കലും അത് ഒടിയത്തില്ല. പക്ഷേ ഇരുമ്പും താമ്രവും ഏത് തന്നെയാണെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ കഴിയും. താമ്രത്തിൻ്റെ പ്രത്യേകത അതിനെ വളയ്ക്കുവാൻ കഴിയുന്നതാണെങ്കിൽ ഇരുമ്പിൻ്റെ പ്രത്യേകത അതിനെ വളയ്ക്കുവാൻ പെട്ടെന്നൊന്നും കഴിയത്തില്ല. അതിൻ്റെ രൂപത്തിന് പെട്ടെന്നൊന്നും മാറ്റം വരുത്താൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഒരു പക്ഷെ നിങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്ന താമ്രം പോലെയുള്ള പ്രശ്നമായിക്കോട്ടെ, പക്ഷെ അതിനേക്കാൾ ഭീകരമായി ഇരുമ്പ് പോലത്തെ പ്രശ്നമായിക്കോട്ടെ, ഇന്ന് പകലും ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ആത്മനിറവ് ഞാൻ വിളിച്ചു പറയുക. ആ താമ്രത്തിന്റെ അനുഭവം ഉള്ളതായിക്കോട്ടെ, ഇരുമ്പിന്റെ പ്രശ്നമായിക്കോട്ടെ, ഏത് പ്രശ്നമാണെങ്കിലും നിനക്ക് മുമ്പായി പോകുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെ ജയിച്ചെടുക്കുവാൻ നിനക്ക് കഴിയും. ഇരുമ്പോടാമ്പല് ഒരിക്കലും പൊട്ടിച്ചു കളയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തിന് അത് തകർക്കുമെന്ന് നിന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടെങ്കിൽ അതിനെ തകർക്കുവാൻ വിശ്വസ്തനായവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നിരിക്കും. പത്രോസിനെ
കാരാഗൃഹത്തിന് അടച്ചിരിക്കുക. ഒരിക്കലും താമ്രത്തിൻ്റെ വാതിലായിരിക്കത്തില്ല, ഇരുമ്പിൻ്റെ വാതിലായിരിക്കും. പത്രോസ് അതിനകത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. പത്രോസ് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്നൊരു ഭാഗം അത്. അത്രയും സമാധാനത്തോടെ ഓഫ് കഴിഞ്ഞ് അടുത്തൊരു ഷിഫ്റ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ആണ്ടതാ ചിരി തുടങ്ങി. അവിടെ 2 ഓഫ് കഴിഞ്ഞിട്ട് അടുത്ത ഷിഫ്റ്റ് തുടങ്ങുന്നതിൻ്റെ അന്ന് ഉറക്കം നഷ്ടപ്പെടും. എൻ്റെ വീട്ടിലൊരാളുണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നത്. പുള്ളിക്കാരി ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റ് തുടങ്ങാൻ 3 ദിവസം ഉള്ളപ്പോഴേ തുടങ്ങും. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഷിഫ്റ്റ് കയറണം. എടാ, നാളെ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന, നാളെ ഇനി കഴുത്തിന് മുകളിൽ തലയില്ലെന്ന് പറഞ്ഞ് വിധി പറഞ്ഞ് കാരാഗൃഹത്തിനകത്ത് ഒറ്റയ്ക്ക് പിടിപെട്ട് കിടക്കുന്ന അവൻ പത്രോസ് അതിനകത്ത് കിടന്നുറങ്ങിപ്പോകണമെങ്കിൽ അവൻ്റെ മേൽ പകർന്നത് ഏത് അഭിഷേകമാച്ചാ? പറയാൻ പറ്റും അത് അവൻ്റെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നം അതുക്കും മേലെയാണെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ജീവൻ്റെ അപ്പുറത്തോട്ട് ഒരു പ്രതിസന്ധി ഇല്ല അച്ഛാ. ജീവൻ കളഞ്ഞിട്ട് ഒരു പ്രതിസന്ധിയും ഇതുവരെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടില്ല. വന്നായിരുന്നെങ്കിൽ ഇതൊന്നും ഇന്നലെ സംഭവിച്ചതൊന്നും അല്ലെന്ന് പറഞ്ഞേനെ. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരോടും നാം സംസാരിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയും, ഞാൻ മാത്രം ശേഷിച്ചു, എൻ്റെ സകല സമ്പാദ്യങ്ങളും എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ ജീവൻ മാത്രം തിരിച്ച് കിട്ടി. അപ്പോൾ അവർക്ക് പോയതല്ല നഷ്ടം, അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതാ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയാനും, ഏത് പ്രതിസന്ധി വന്നോട്ടെ, നാളെ മരിച്ചു പോകുമെന്ന് ലോകം വിധി എഴുതിയാലും ആത്മാവിൽ നിറഞ്ഞ നീ വിളിച്ചു പറയണം, അതിനകത്തും എന്നെ കിണത്ത് സമാധാനത്തോടെ ഉറക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന്. ദൈവം മുന്നേ നടക്കുന്നു, ദൈവം മുൻപേ നടക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്, ആവർത്തനം 31:8 പറയുന്നു, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നീ പേടിക്കരുത്, നീ ഭ്രമിക്കരുത്. ആവർത്തനം 31:8 ഞാൻ പറഞ്ഞത്. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. ഇന്ന് പകലിൽ എത്ര പേർ ഹൃദയത്തിൽ നിന്ന് പറയുവാൻ കഴിയും, യഹോവ എനിക്ക് മുമ്പായി നടക്കുന്നു, യഹോവ എന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്, അവൻ എന്നെ കൈവിടുകയില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ല, ഞാൻ ഭ്രമിക്കത്തില്ല. ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ, ഭ്രമിച്ചു പോകുന്നുണ്ടെങ്കിൽ, പരാജയ ഭീതി നിന്റെ മനസ്സിനകത്തുണ്ടെങ്കിൽ, ആത്മാവിൽ ആ വചനത്തിൽ നിന്നോട് വിളിച്ചു പറ, യഹോവയുടെ സാന്നിധ്യം എനിക്ക് മുമ്പായി നടക്കുന്നുണ്ട്, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട്, അവൻ എന്നെ കൈവിടാത്തവനായതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഭ്രമിച്ചു പോകത്തില്ല. ദൈവം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന കർത്താവല്ല, എൻ്റെ വഴികളെല്ലാം നേരെയാക്കിയിട്ട്, എൻ്റെ പാതകളെല്ലാം നേരെയാക്കിയിട്ട്, എനിക്ക് സഞ്ചരിക്കേണ്ട വ്യക്തമായ പാത ഒരുക്കിയിട്ട് അവൻ എനിക്ക് മുമ്പായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മോശയുടെ കയ്യാൽ ഇസ്രായേൽ ജനം അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്, കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുക. വഴി മുമ്പിൽ ഇല്ല, എങ്ങനെ പോകണമെന്ന് നോക്കാൻ വേസ് ഇല്ല, ഗൂഗിൾ മാപ്പില്ല, ആപ്പിൾ മാപ്പ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ ദൈവ ശബ്ദം കേട്ട മോശ യാത്ര തിരിക്കുന്നു. പക്ഷെ അവർക്ക് വഴി കാണിക്കാനായി മുമ്പിൽ വലിയ ഒരു മേഘസ്തംഭമുണ്ട്. പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നിമയ തൂണുകളാലും ദൈവം തന്റെ ജനത്തെ വഴി നടത്തിയെങ്കിൽ, ഇന്ന് പകലിൽ ആവർത്തനം 31:8 നിന്നുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയുക, പകൽ മേഘസ്തംഭത്താൽ ഇസ്രായേൽ ജനത്തെ നടത്തിയെങ്കിൽ, രാത്രിയിൽ അഗ്നിമയ തൂണുകളായി ഇസ്രായേൽ ജനത്തെ നടത്തിയെങ്കിൽ, ഇന്ന് പകൽ UK ടെൽഫോർഡ് പട്ടണത്തിൽ താമസിക്കുന്ന നിങ്ങളോട് ആത്മാവി വിളിച്ചു പറയുന്നു, യഹോവ നിനക്ക് മുമ്പായി യാത്ര ചെയ്യുന്നുണ്ട്, അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്, അവൻ നിന്നെ കൈവിടാത്തവനാ, അവൻ നിന്നെ ഉപേക്ഷിക്കാത്തവനാ, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നിന്റെ കാലുകൾ ശ്രദ്ധയോടെ വെക്കുക, അവൻ പറയുന്നത് അനുസരിച്ച് യാത്ര ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നീ ശുഭദൂതമകത്ത് എത്തിച്ചേരുവാനിടയായി തീരും. എൻ്റെ ദൈവം തന്നെയാ മുമ്പിൽ നടക്കുന്നെന്നുള്ള പൂർണ്ണ വിശ്വാസം, ബോധ്യം ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. അവൻ നിങ്ങളെ കൈവിടാത്തവനാ. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വിച്ചിട്ട പോലെ ചിലപ്പോൾ മറുപടി കണ്ടിട്ടില്ലായിരിക്കാം,
സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് പോലെ നമുക്കതിൻ്റെ ഒരു മാറ്റങ്ങളും കാണത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ച തളർന്നു പോകാതെ വിളിച്ചു പറയണം, കർത്താവേ, എനിക്ക് മുമ്പായി അങ്ങയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മുമ്പായി അങ്ങയുടെ സാന്നിധ്യമുണ്ട്, അത് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് മുമ്പായി കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ഒന്ന്, തടസ്സങ്ങൾ അവൻ നീക്കം ചെയ്തിരിക്കും. തടസ്സങ്ങൾ അഥവാ തടസ്സം വന്നാൽ തന്നെ അതിനെ തരണം ചെയ്യാനുള്ളൊരു അഭിഷേകത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ മേൽ ഇറങ്ങി വന്നിരിക്കും. ഇസ്രായേൽ ജനം പുറപ്പെട്ട് കനാൻ നാട്ടിലോട്ട് യാത്ര തിരിക്കുമ്പോൾ അവർ പല യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായി അനേകം യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അനേക വിടുതലുകൾ അവർ കണ്ടിട്ടുണ്ട്. അവർ ദേശത്തോടെ സഞ്ചരിച്ചു വരുമ്പോൾ യെരിഹോവിൻ്റെ ചുറ്റുമറ്റിയ യെരിഹോവിന് അന്ന് വരെ കാണാത്ത വലിയൊരു പ്രതിസന്ധി, അന്ന് വരെ ലോകം കാണാത്ത നിലവാരത്തിലോ വലിയൊരു മതിൽ, ഇന്ന് വരെ അവരുടെ ചരിത്രത്തിനകത്ത് അവർ കണ്ടു കാണത്തില്ല അത്രയും വലിയൊരു മതിൽ. അവർ കണ്ടിരിക്കുന്നത് ഒറ്റക്കട്ട വെച്ചിട്ടുള്ള മതിലൊക്കെ ആയിരിക്കും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫെൻസൊക്കെ ആയിരിക്കും അവർ കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ അത്രയും വലിയ ഒരു മതിൽ ഇന്ന് വരെ അവരുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുന്നു, യെരിഹോവിനെ നിനക്ക് വേണ്ടി അവകാശമായി തന്നിരിക്കുകയാണ്. യെരിഹോവിൻ്റെ മതിലിനെ നോക്കി നീ പരാജയം മണത്ത് ഓടി കൂടാരത്തിനകത്ത് ഒളിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. യെരിഹോവിൻ്റെ മതിലിനെ നോക്കാനല്ല, അതിനേക്കാൾ സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ എന്നെ സേവിക്കുന്ന എൻ്റെ ജനത്തിന് വേണ്ടി യെരിഹോവല്ല അതിൻ്റെ ഏത് ശക്തി നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞാലും ഇന്ന് പകൽ ആത്മാവിൽ നിറവിൽ നിന്നോട് വിളിച്ചു പറയണം, യെഹോവയുടെ ശക്തിയെ നോക്കി പരാജയം മണത്ത് നിൽക്കാനല്ല യോശുവേ നിന്നെ വിളിച്ചത്. ആ യെഹോവനെ തകർക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. നീ അതിനെ ഉന്മൂലനാശം ചെയ്യേണ്ടതാണ്. ഇന്ന് പകലിൽ ആത്മനിറവിൽ നമുക്കറിയാം അതിന്റെ ചരിത്രങ്ങളെല്ലാം, യെഹോവയുടെ മതിലിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ അതിനെ ഉന്മൂലം നാശം വരുത്തി യെരിഹോ പട്ടണം ഇസ്രായേൽ ജനം അവകാശമാക്കിയെങ്കിൽ ഇന്ന് പകൽ ആത്മനിറവിൽ പ്രാപിച്ച ദൈവജനത്തോട് വിളിച്ചറിയ, ഏത് യെരിഹോവിന്റെ വൻമതിൽ പോലെയുള്ള പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ നിന്നാലും അതിനെ നോക്കി ഇന്ന് പകൽ വിളിച്ചു പറയണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. ഞാൻ പറയുന്നത് ദൈവം കേട്ട് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെയൊക്കെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താണ്. ദൈവം ആജ്ഞാപിച്ചത് യോശുവ ചെയ്യാൻ തയ്യാറായപ്പോൾ, യോശുവയുടെ ദൈവം പറഞ്ഞത് ജനം കേട്ട് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ, അവിടെ അസാധ്യമെന്ന് കരുതിയ ആ വൻമതിലിനെ, അതിനെ ജയിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ മതിലിനെ ദൈവം തമ്പുരാൻ പൊളിച്ച് ആ പട്ടണത്തെ ആ വാഗ്ദത്ത സന്തതിക്ക് അവകാശമായി കയറി തറന്നെങ്കിൽ ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളോട് വിളിച്ചു പറയുകയാണ്, നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, പരാജയത്തിന്റെ ശബ്ദങ്ങൾ ഉണ്ടായിക്കോട്ടെ, അവിടെയൊക്കെ തകർക്കുന്ന പല സംഭവങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള വാർത്തകൾ കേട്ടോട്ടെ, ഇന്ന് പകൽ ദൈവാത്മാവ് പ്രാപിച്ച നീ വിളിച്ചു പറ, എന്റെ മുമ്പിൽ ഏത് തടസ്സം വന്നാലോ, ഏത് പ്രതികൂലം വന്നാലോ, ഇന്ന് പകൽ ദൈവം എനിക്ക് മുമ്പിലായി ഓടുന്നത് കൊണ്ട്, ദൈവം എനിക്ക് മുമ്പായി പോകുന്നത് കൊണ്ട് അതിന്റെ ശക്തികളെ തകർത്ത് എനിക്ക് വേണ്ടി പുതിയ വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ അത് ഞങ്ങളെ തുറന്ന് കർത്താവിന്റെ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഏത് രോഗമായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, മാനസികമായ തളർച്ചകളായിക്കോട്ടെ, ദൈവം അതിനെ മാറ്റുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വെയിറ്റ് ചെയ്യുക, ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നിരിക്കും. നമ്മുടെയൊക്കെ പ്രശ്നം, തടസ്സങ്ങൾ മുമ്പിൽ കാണുമ്പോഴേ നമ്മൾ പ്രഖ്യാപിക്കും, കർത്താവ് ഈ തടസ്സത്തെ മാറ്റണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്നവരാണ്. ദൈവ സാന്നിധ്യം പറയുന്നത്, ദൈവം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ്. ആ സമയം വരെ എന്താ പറയുന്നത്, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. പക്ഷേ ദൈവത്തിൻ്റെ സമയം വരെ വെയിറ്റ് ചെയ്യുവാൻ നോക്കിക്കേ. യെരിഹോവിൻ്റെ മുമ്പിൽ ചെന്ന് അവർ നിൽക്കുമ്പോൾ അവരോട് പറയുന്നു, അതിനെ ചുറ്റി നടക്കുക. ഒരു പക്ഷെ നമ്മെപ്പോലുള്ള ആളുകളും അതിനകത്ത് ഉണ്ടായിരിക്കാം. ചുറ്റി എന്നെ അപ്പോൾ സംഭവിക്കാൻ പറ ഒരു പ്രാവശ്യം ഇത്രയും വലിയ മതിൽ, നമ്മൾ അവിടെയൊക്കെ വാളും പരിചയും കുന്തമൊക്കെ എടുത്ത് യുദ്ധം ചെയ്തതാണ്. ഈ ഇത്രയും വലിയ മതിലിന് ചുറ്റും വാളും പരിചയം വെച്ച് നടന്നിട്ട് ഇപ്പം എന്നാ കാണിക്കാനാ? പുള്ളിക്ക് എന്തോ തലയ്ക്ക്. നമ്മൾ പ്രയർ ജേണി നടത്തുമ്പോൾ ഇതൊക്കെ പറയാനും പറയാവുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വായകൾ അടയ്ക്കുക.
ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദേശത്തെ ചുറ്റി പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന് സൗഖ്യം വരുത്തുന്നൊരു കർത്താവ് ഉണ്ടെങ്കിൽ ആ ദൈവം ഇറങ്ങി വന്നിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. യെരിഹോവിൻ്റെ തടസ്സങ്ങളെ മാറ്റുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ ആത്മനിറവിൽ നിങ്ങളുടെ വായുകളെ തുറന്നൊന്ന് വിളിച്ച് പറ, ടെൽഫോർഡ് പട്ടണം ദൈവത്തിന് ഉള്ളതാ. യേശുവിൻ്റെ നാമത്തിൽ ടെൽഫോർഡ് പറഞ്ഞേ, നിങ്ങളുടെ വായുകളെ തുറന്ന് പറഞ്ഞേ, ടെൽഫോർഡ് പട്ടണം ദൈവത്തിനുള്ളതാ. ഷോപ്ഷെയർ പട്ടണം ദൈവത്തിനുള്ളതാ. UK പട്ടണം ദൈവത്തിനുള്ളതാ. ഈ കൺട്രി മാത്രമല്ല, ലോകരാജ്യങ്ങൾ ദൈവത്തിനുള്ളതാണെന്ന് ആത്മനിറവ് ദൈവമക്കളുടെ അധരങ്ങളൊക്കെ തുറന്ന് ആത്മാവിലൊന്ന് അതിനെ വിളിച്ചു പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത്, നിങ്ങളുടെ നാവിൽ തന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് നീ അത് വിളിച്ചു പറയുമ്പോൾ ദൈവം തമ്പുരാൻ അത് മഹത്വത്തോടെ ചെയ്തു തരുമെങ്കിൽ. ഇന്നലെ വരെ പരാജയം ഭീതി ഒന്നുമില്ലായിരുന്നു. വളരെ സന്തോഷത്തോടെ യുദ്ധം ചെയ്യുന്നു, വാളും പരിചയമൊക്കെ വെച്ച് യുദ്ധം ജയിക്കുന്നു. ഇവിടെ വന്നപ്പോൾ അവരോട് പറയുക, നിങ്ങൾ വാളും പരിചയമൊന്നും എടുക്കേണ്ട, പകരം പട്ടണത്തിന് ചുറ്റും നടക്കുക. വ്യത്യസ്തത. എല്ലാ കാലത്തും ഒരേപോലെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും ഇമാജിൻ ചെയ്യരുത്. ആരോടൊക്കെയോ ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഇന്നലെ നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ദൈവം ഇറങ്ങി വന്നതുപോലെ ആയിരിക്കത്തില്ല നാളത്തെ നിങ്ങളുടെ പ്രശ്നത്തെ പ്രതികൂലത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് എനിക്ക് ഒരു 100 പൗണ്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എൻ്റെ അക്കൗണ്ട് ത്രൂ വന്നേക്കാം. നാളെ ചിലപ്പോൾ ഞാൻ കടയിൽ ചെല്ലുമ്പോൾ കടക്കാരൻ ചിലപ്പോൾ പറഞ്ഞേക്കാം, ഇന്ന് ഇതിൻ്റെ പണം വേണ്ട എന്ന്. ഒരു വ്യത്യസ്തത പറയാൻ വേണ്ടി പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞതാ. ഇന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ്, അതുകൊണ്ട് നാളെയും അങ്ങനെ തന്നെയാണെന്ന് ഒരിക്കലും പ്രഖ്യാപിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യത്യസ്തതയുള്ളതാ. നോക്കിയാൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് പല രീതിയിലും പല വ്യത്യസ്ത സാഹചര്യത്തിനകത്തും വ്യത്യസ്തമായ ശൈലിയിലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേനും യെരിഹോവിൻ്റെ ചുറ്റും അവരോട് നടക്കുവാൻ പറഞ്ഞു. യെരിഹോവിൻ്റെ ചുറ്റും നടക്കുന്നു. 6 ദിവസവും നടന്നു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. 6 ദിവസം നടക്കുമ്പോൾ, ഇത്രയും വലിയ പട്ടണത്തിന് ചുറ്റും കറങ്ങി നടക്കുമ്പോൾ അല്പമൊക്കെ കാലിന് വേദന കാണും. പറച്ച അന്ന് കാളപ്പുറത്തല്ല കഴുതപ്പുറത്തല്ല നടപ്പായിരുന്നു. ഒരു മടിയും കാണിച്ചില്ല. ഇന്ന് ചർച്ച എന്തെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ വരാൻ 4, 5, 3, 7 പേരെ കാണത്തുള്ളൂ. ഇന്ന് പകലിൽ ആത്മനിറവിൽ പ്രാപിച്ച ദൈവമക്കൾ, ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. ചർച്ചിനോട് ചേർന്ന് നിന്ന് ആത്മാവിൽ അതിനെ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, വിഘടിച്ച് നിൽക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്, മാറി നിൽക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ച് ചേർത്ത് സഭയെ തോട്ടത്തിനകത്താക്കിയത്. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാനാ, ഒരു മനസ്സോടെ പ്രവർത്തിക്കാനാ. എവിടെയൊക്കെ ദൈവജനം ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഒരു മനസ്സോടെ എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ ദൈവപ്രവൃത്തി ഇറങ്ങി വന്നുണ്ട്. പത്രോസ് കാരാഗ്രഹത്തിനകത്തിരിക്കുമ്പോൾ കിടക്കുമ്പോഴും സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങിയത്. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകുമ്പോൾ നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. അവിടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ആ മർക്കോസിന്റെ മാളിക മുറിക്കകത്തും ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാ. ആരൊക്കെ സഭ ഒരുമിച്ച് ചേർന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ, ഐക്യതയോടെ നിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ, അവിടെയൊക്കെ ദൈവപ്രവർത്തികൾ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, മഹനീയം ടെൽഫോർഡ് സഭയ്ക്കകത്ത് വിഘടനത്തിന്റെ ശബ്ദമല്ല, മറുതലിപ്പിന്റെ ശബ്ദമല്ല ഉണങ്ങേണ്ടത്, ആത്മാവിൽ ഒന്നഴിക്കുന്ന ശബ്ദം ഉണങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. 6 ദിവസം അവർ യെരിഹോ മതിലിന് ചുറ്റും നടന്നു. 6 ദിവസം ചുറ്റിയിട്ടും ഒന്നും സംഭവിച്ചില്ല. മാനുഷികമായി നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല, എന്നെ കിട്ടുന്നില്ല. അവിടെയൊന്നും പ്രാർത്ഥിച്ചിട്ട് ആ പുള്ളി അവിടെ കിടന്ന് എന്നാടൊക്കെ പിച്ചും പേയും പറയുന്നു. 6 ദിവസം നടന്നിട്ട് പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ലെന്ന്. നമുക്കിനി അടുത്ത സർച്ചിലോട്ട് പോവാം. പക്ഷേ 7 പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ ആർപ്പിടാൻ, യോശുവയുടെ നേതൃത്വത്തിൽ ആർപ്പിടാൻ തുടങ്ങിയപ്പോൾ യഹോവ പട്ടണം അവരുടെ കരങ്ങളിൽ കൊടുത്തു. ഇന്നലെ വരെ കൂകിയതുപോലെയും ഇന്നലെ വരെ പാടിയതുപോലെയും പാടാനല്ല കർത്താവ് ഇന്ന് നിന്നെ വിളിച്ച് വേർതിരിച്ചത്. ഇന്നലെ വരെ പ്രാർത്ഥിച്ചതിൻ്റെ ശൈലികളെ ഇന്ന് പകലിൽ മാറ്റണം. നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ശൈലികളും ആ രീതികളൊക്കെ ഉണ്ട്. ഇന്ന് പകൽ അതിനെയൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ശൈലിയിലോട്ട് മാറുക. ഇന്ന് പകലിൽ
പുതിയൊരു ശൈലി, പുതിയൊരു രീതിയിലോട്ട് അതിനെയൊക്കെ മാറ്റുക. ബൈബിൾ വായന, പ്രാർത്ഥന, ഇതിനെയൊക്കെ മാറ്റാൻ തയ്യാറാണെങ്കിൽ എല്ലാ ചിട്ടകളെയൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ശൈലിയിൽ. അന്ന് വരെ 6 പ്രാവശ്യമായിരുന്നു അവർ ഓടിയത് പട്ടണത്തിന് ചുറ്റും. പക്ഷെ 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ഒരു വ്യത്യസ്തത അവരുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ അതിനെ ആത്മീക തലത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് പറയും. ഞാൻ വിളിച്ചു പറയുക, 7 ദിവസമാണെങ്കിലും 6 ദിവസമാണെങ്കിലും അതിനൊക്കെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തോടെ വേണം ചെയ്യാൻ. 7 ഇരുന്നാലും കുഴപ്പമില്ല, 6 ഇരുന്നാലും കുഴപ്പമില്ല, വർഷത്തിൽ 1 ഇരുന്നാലും കുഴപ്പമില്ല. ഏത് ദിവസം ഇരുന്നോട്ടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നിന്റെ വിജയം എന്ന് പറയുന്നത്. 7 ദിവസം ഉപവാസത്തോടെ ഇരിക്കണമെന്നൊന്നുമില്ല. ഒറ്റ ദിവസം ഇരുന്നാലും അത് ഏകാഗ്ര ഹൃദയത്തോടെ വേണം ഇരിക്കാൻ. അത് ദൈവത്തോട് ചേർന്ന് വേണം ഇരിക്കാൻ. പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ചെയ്യാമെന്നല്ല, സഭ അത് തിരഞ്ഞെടുത്തതുകൊണ്ട് ഇരിക്കാമെന്നല്ല. ഇന്ന് പകലിൽ ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഞാനത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് എനിക്ക് വിടുതലാണെന്ന് പറയത്തക്ക നിലവാരത്തിൽ യോശുവ പറഞ്ഞു ആർപ്പിടാനായിട്ട്. ഞാൻ മാനുഷികമായിട്ട് പറയുക, അതിലൊരാളങ്ങ് വിചാരിക്കാമെന്ന് വിചാരിക്കുക, 6 ദിവസം വിചാരിച്ചിട്ടൊന്നും നടന്നില്ല, ഇപ്പം എന്നാ തൊണ്ട കയറി ചാറാനാ, എന്നെ ഇപ്പം ഇത്ര വലിയ ഒച്ചയിടാക്കാനാ എന്ന് വിചാരിച്ചെന്ന് വിചാരിക്കുക. മതിലിടിയാതിരിക്കുമോ? ഇടിയോ? എൻ്റെ ഭാഷയെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ചിന്ത പറയാം, ഇടിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരവിശ്വാസമുള്ളവൻ അതിനകത്ത് ഇരുന്നുകൊണ്ട് ഇടിയത്തില്ലെന്ന് പറയുമ്പം ബാക്കിയുള്ളവരൊക്കെ പൊട്ടുമായിരിക്കും. പൊട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, പക്ഷവാതക്കാരനെ കട്ടിലൂടെ താഴത്തോട്ട് ഇറക്കുമ്പം അവിടെ പക്ഷവാതക്കാരൻ്റെ വിശ്വാസം കണ്ടിട്ടല്ല കർത്താവ് അവനെ സൗഖ്യമാക്കിയത്, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ്. ഒരു പക്ഷെ തിരിച്ചും സംഭവിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വിഘടിച്ച് നിൽക്കരുത്, ഒത്തൊരുമിച്ച് നിന്ന് നോക്കണം. അവിടെയാ ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടുതലായി വെളിപ്പെട്ട് വരുന്നത്. പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് കയറുക, ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ മറികടക്കുവാൻ നിനക്ക് മുമ്പായി കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വിശ്വാസം മാത്രം. വിശ്വാസം. എഫേസ്യർ 6:16 പറയുന്നുണ്ട്, എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുവിൻ. എല്ലാറ്റിനും മീതെ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കുവിൻ. ഏത് പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും വിശ്വാസം ഇട്ടേച്ച് എവിടെയും പോകരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുന്ന ആ സമയത്ത്, ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ, സ്നാനപ്പെട്ട് കയറി ആരാധനയിൽ പങ്കെടുത്ത് നിൽക്കുമ്പോൾ ദൈവത്തോടും ദൈവസഭയുടെ മുമ്പിൽ നിന്ന് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, ഞാൻ ഈ കർത്താവിനെ വിശ്വസിച്ച് സ്നാനമേറ്റിരിക്കുകയാണ്. ആ ഒരു പവറിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ നെഞ്ചത്തോട്ട് കൈവച്ച് പറയാൻ പറ്റുമോ, കർത്താവ് എന്നിൽ നിന്ന് ഒരു തരി പോലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. എവിടെയെങ്കിലും വിശ്വാസത്തിന് മൂല്യച്യുതി വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങളേക്ക് കൈമാറുകയാണ് പ്രാർത്ഥനയ്ക്കായിട്ട്. ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശക്തനായവനാണ്. ഞാൻ ഇന്നലകളിൽ ഇരുന്നത് ദൈവത്തോട് ഈ പദങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞ ചില പദങ്ങൾ, കർത്താവ് തളർന്നു പോയിട്ടുണ്ട്, വീണു പോയിട്ടുണ്ട്. കർത്താവെ, അനേകരുടെ പ്രാർത്ഥന മാത്രമാണ് നിലനിർത്തിയിട്ടുള്ളത്. സ്വന്തം വിശ്വാസമാണ് ഇതിനൊക്കെ കാരണമെങ്കിൽ ഒരു പക്ഷേ ഈ സ്റ്റേജിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തനല്ലാതെ വന്നിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണ എന്നോടുള്ളത് കൊണ്ട്, നിങ്ങളോടുള്ളത് കൊണ്ട്, ദൈവസഭയോടുള്ളത് കൊണ്ട് ഇന്ന് പകരം ഹൃദയത്തിൽ നിന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ആ വിശ്വാസത്തിൽ എന്നെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണമേ എന്ന്. ശത്രുക്ക് മേശക അഭേദനകോ നമുക്കറിയാം, അവരെ തീച്ചൂളയ്ക്കകത്തേക്ക് എടുത്തെറിഞ്ഞു. കർത്താവ് ആ പ്രശ്നത്തിനകത്തേക്കൊന്നും ആദ്യം ഇറങ്ങി വന്നില്ലായിരുന്നു. ഭീകരമായ ഒരു അന്തരീക്ഷത്തിനകത്ത് നിൽക്കുമ്പോൾ, തീക്കകത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ, എടുത്തുകൊണ്ടുപോയവർ തീക്കകത്തേക്ക് മറിഞ്ഞ് വീണ് ചാകുമ്പോൾ അതിനകത്തേക്ക് എടുത്തെറിയപ്പെട്ടവരുടെ വിശ്വാസം എന്തായിരുന്നു?
ആ ഒരു തീഷ്ണത ഇന്ന് പകലിൽ മഹനീയം ടെൽഫോർഡ് സഭയ്ക്കകത്തേക്ക് ഞാൻ കൈമാറുകയാണ്. അവരുടെ അകത്ത് വ്യാപരിച്ച ആ വിശ്വാസം, ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ ഈ ബിംബത്തെ ഞാൻ വീണ് നമസ്കരിക്കത്തില്ല എന്ന പകൽ അങ്ങനെ ഒരു ദൃഢവിശ്വാസം ഹൃദയത്തിനകത്തേക്ക് നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ആ ഒരു ആത്മഭാരത്തോടെ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്? വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതല്ല, വിശ്വാസം അകത്തളങ്ങളിൽ വാക്കുകളായി വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ ആ വിശ്വാസത്തിൻ്റെ ശബ്ദങ്ങൾ എബ്രായർ 4:15 മുതൽ 16 വരെയുള്ള വാക്യം ഇപ്രകാരം പറയുന്നു: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാനും പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ, സകലത്തും പരീക്ഷിക്കപ്പെട്ടവനത്രേ. പാപം ഒഴികെ സകലതും തുല്യമായി നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അങ്ങനെയെങ്കിൽ ഞാൻ അതിനിങ്ങനെ വിളിച്ചു പറയാനായിരിക്കുന്നു: എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പേ എൻ്റെ കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ആ പദം പറയാൻ ആഗ്രഹിക്കുന്നു: എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് അത് അറിഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുമ്പോൾ, എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നതിന് മുമ്പേ എൻ്റെ കർത്താവ് അത് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ അതിനെ നോക്കി വിളിച്ച് പറ: എൻ്റെ ആ ബുദ്ധിമുട്ടിൻ്റെ നടുവിലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്നുണ്ട്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ അവൻ എന്നോട് സഹതപിച്ച് നിൽക്കാതെ മാറി കടന്നു പോകുന്നവനല്ല. ആ സഹതാപം എന്നോട് കാണിക്കുന്ന ഒരു കർത്താവ്, ആ സഹതാപം, ആ സ്നേഹം, ആ കരുതൽ, ആ ആർദ്രത, ആ ദയ, ആ കരുണ എന്നോട് കാണിക്കുന്ന ഒരു കർത്താവാണെന്ന് എത്ര പേർക്ക് ഹൃദയത്തിൽ നിന്ന് പറയുവാൻ കഴിയും? ഇന്ന് പകൽ അങ്ങനെയുള്ള കാര്യങ്ങളെ തുറന്ന് പറ: കർത്താവേ, എൻ്റെ പ്രശ്നം ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പേ അങ്ങ് അറിഞ്ഞ് അത് എനിക്ക് വേണ്ടി നന്മയാക്കി മാറ്റുന്ന ഒരു കർത്താവിൻ്റെ കാലമുണ്ടെന്ന്. ജോലിയില്ലാതെ ബാധപ്പെടുന്ന, ജോലിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കത്തിന്റെ എങ്ങനെ വഴി തുറക്കും കർത്താവ് എന്നറിയാതെ ബാധപ്പെടുന്ന നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാ: നിങ്ങളുടെ ബുദ്ധിമുട്ട് സർവ്വ മഹത്വത്തിന് ധനത്തിനൊത്തവണ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് അവൻ നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുവാൻ വിശ്വസ്തനായ ഒരു മഹാപുരോഹിതൻ നമ്മുടെ കൂടെ ഉള്ളതോർത്ത്. ഹാഗാർ നല്ലൊരു ഭവനത്തിനകത്താണ് താമസിച്ചത്. എല്ലാ സൗകര്യങ്ങളുമുള്ള, എല്ലാം നന്നായി നടക്കുന്ന ഒരു ഭവനത്തിനകത്താണ്. ഒന്നുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിക്കകത്ത് ഹാഗാർ അടിമയായിട്ട് വന്നതാ. പക്ഷേ ഇപ്പോൾ അവളാരാ? അവിടുത്തെ പ്രധാന വ്യക്തിയാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. സാമ്പത്തികമായി നഷ്ടപ്പെട്ടു, അവളുടെ എല്ലാ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവളും ഒരു കുഞ്ഞും മാത്രം ശേഷിച്ചിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ യജമാനൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. കയ്യിൽ ഒരു തുരുത്തി വെള്ളവും അപ്പക്കഷ്ണങ്ങളും മാത്രം ശേഷിച്ചിരിക്കുകയാണ്. പുറപ്പെട്ട് ബേർശേബ മരുഭൂമിയിലൂടെ ഉഴന്നു നടക്കുമ്പോൾ കയ്യിലുള്ള സകല സമ്പാദ്യങ്ങളും തീർന്നു. ഉടുതുണിക്കും മറുതുണിയല്ലാതെ മറ്റൊന്നും കരങ്ങളിലില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജോലിയും നഷ്ടപ്പെട്ടു, സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. വീട് വാങ്ങണം, നല്ല കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. വീട്ടിൽ റെൻറ്റ് കൊടുക്കാനില്ലാത്തതുകൊണ്ട്, വീടിൻ്റെ റെൻറ്റ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ വന്നു. തെരുവിൽ അലഞ്ഞു തിരിയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം അവൾക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. ഏത് മരുഭൂമിയുടെ അവസ്ഥയായിക്കോട്ടെ,
ഏത് മരുഭൂമിയുടെ കാലാവസ്ഥയായിക്കോട്ടെ, ഒരിക്കൽ പോലും ഇനി ഇതിൽ നിന്നും തിരിച്ചൊരു കരകയറ്റമില്ല എന്ന് ലോകം നിന്നെ നോക്കി വിധി പറഞ്ഞാലും, ഒരു പക്ഷേ അബ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് അവൾ പോയതുകൊണ്ട് രക്ഷപ്പെട്ടെന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് പകൽ ആത്മാവ് നിറവ് പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുകയാണ്, നിന്നോട് ദൈവത്തിൻ്റെ ദൂത് ഉണ്ടെങ്കിൽ, നിന്നോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ വിശ്വസ്തനായവനാ. അത് മരുഭൂമിക്കകത്തായിക്കോട്ടെ, ജീവജലമില്ലാതെ ഇപ്പോൾ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് നീ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിക്കോട്ടെ, ഏതവസ്ഥയാണെങ്കിലും നിന്നോട് വാഗ്ദത്തം പറഞ്ഞത് അവനൊരു സന്തതിയാകുമെന്നാണെങ്കിൽ അത് അപ്രകാരം തന്നെ നിവർത്തിപ്പാൻ വിശ്വസ്തനായവനാ നിനക്ക് മുമ്പായി യാത്ര ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇന്ന് പകല് വിളിച്ചു പറയണം, എൻ്റെ ബാലൻ്റെ നിലവിളി കേട്ട് ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല എന്നെ ദൈവം വിളിച്ചത്. എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവ് എനിക്ക് മുമ്പായി യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് താമരമായിക്കോട്ടെ, ഇരുമ്പായിക്കോട്ടെ, ഏത് ഓടാമ്പലാണെങ്കിലും അതിനെ തകർത്ത് കളയുന്നൊരു വിശ്വാസം എന്റെ മക്കളുണ്ടെന്ന്. ഹാഗാറിന്റെ ജീവിതത്തിനകത്ത് അവളുടെ ദുഃഖത്തെ കർത്താവ് മനസ്സിലാക്കി. അവളുടെ ദുഃഖത്തെ മനസ്സിലാക്കി. അവളുടെ ജലം തീർന്നായിരുന്നു. ഒരു മരണ ഭയത്തിനകത്തായിരുന്നു ഹാഗാറായിരുന്നത്. പക്ഷേ മരണത്തിൻ്റെ ഭയത്തെ മാറ്റി. അവളുടെ കരത്തിൽ ജലം തീർന്നിരുന്നു, പക്ഷെ അവൾക്ക് ജലം കൊടുത്തു. തീർന്നു എന്ന് പറയുന്നിടത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി തുറക്കപ്പെടുന്നത്. തീർന്നു, അവസാനിച്ചു, ഇനിയില്ല എന്ന് പറയുന്നിടത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങുന്നത്. പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെ ദൂത് കൈമാറുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് തീർന്നു, അവസാനിച്ചു എന്ന് നീ വിധി പറയുന്നിടത്ത് വിശ്വാസം കൈമുതലാക്കിയിട്ട് വിളിച്ചു പറ, ഇവിടം കൊണ്ട് തീരത്തില്ല. എൻ്റെ കണ്ണുനീരിൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു കർത്താവിൻ്റെ കാര്യം എനിക്ക് വേണ്ടിയുണ്ടെന്ന്. ഹാഗാർ നോക്കിക്ക്, അവളുടെ കയ്യിൽ ജലം തീർന്നു പോയി, അപ്പം തീർന്നു പോയി, കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അവൾ ദൂരെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ആ മരുഭൂമിയുടെ ആ തീച്ചൂളയാർന്ന ആ മരുഭൂമിയുടെ നിറവിനകത്ത് ഒരു പക്ഷേ കണ്ണുനീര് പോലും പുറത്തോട്ട് വരാതെ വറ്റിപ്പോകുന്ന സാഹചര്യം അവളുടെ ജീവിതത്തിനകത്ത് കണ്ടേക്കാം. എന്നാൽ ദൈവം അവളുടെ ഹൃദയത്തിൻ്റെ കരച്ചിലിനെ കണ്ടിട്ട് അവൾക്ക് വേണ്ടി അവരുടെ നീരുറവ തുറന്ന് അവൻ്റെ കുഞ്ഞിനെ കുടിപ്പിക്കത്തക്ക നിലവാരത്തിൽ ദൈവപ്രവൃത്തി അവന് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകല് മരുഭൂമിയിൽ ഒരിക്കലും ഒരു ചെടിയും വളർന്നിട്ടില്ല. മരുഭൂമിയിൽ ഒരിക്കലും ഒരു ജീവന്റെ കണിക കണ്ടെത്തുവാൻ പ്രയാസമാ. പക്ഷേ ആ മരുഭൂമിക്കകത്തും നീരുറവ കർത്താവ് തുറന്നു കൊടുത്തെങ്കിൽ ഈ പട്ടണത്തിനകത്ത് താമസിക്കുന്ന മഹനീയം ടെൽഫോർഡ് സഭയോട് ദൂത് കൈമാറുക. കാലാവസ്ഥ വരേണ്ടതായിക്കോട്ടെ, പ്രതികൂലങ്ങൾ വരേണ്ടതായിക്കോട്ടെ, ഉണങ്ങി വരേണ്ടതുപോലെ നിന്നോട്ടെ. മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത നിലവാരത്തിൽ എരിഹോവും അതിലുപോലെ പ്രശ്നങ്ങൾ നിന്നോട്ടെ. ഇനി മുൻപോട്ട് പോകും എങ്ങനെയെന്ന് അറിയത്തില്ല പാസ്റ്ററെ എന്ന് പറയുന്ന ജീവിത രീതിയായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് പകൽ ആത്മനിറവിൽ നിങ്ങൾ അതിനെ നോക്കി വിളിച്ചു പറയണം, എൻ്റെ കണ്ണ് കർത്താവ് തുറക്കാൻ പോകുക. അവൻ എനിക്ക് വേണ്ടി വിശാലത തരാൻ പോകുക. താമസത്തിന്റെ വാതിലുകളാണെങ്കിലും ഇരുമ്പോടാമ്പലുകളാണെങ്കിലും എനിക്ക് മുമ്പായി ഒരു കർത്താവിന്റെ സാന്നിധ്യം പോകുന്നത് കൊണ്ട് ആ മരുഭൂമിക്കകത്തും എനിക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദിയോടെ സ്തുതിച്ചാടെ. ലാസറിന്റെ മരണത്തിൽ മറിയും മാർത്തയും വളരെയധികം ഞെരുങ്ങി കരയുക, വളരെയധികം പ്രശ്നത്തിലായപ്പെട്ടിരിക്കുക. അവരുടെ ആശ അറ്റുപോയ ഒരവസ്ഥയിൽ നിൽക്കുക. അവരുടെ കുടുംബത്തിലെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവരിൽ നിന്നും മാറ്റപ്പെടുകയാണ്. മാർത്ത പറയുന്ന, അവർ യേശുവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. നമുക്കും പലപ്പോഴും ഇതുപോലെയാണ്. കർത്താവേ, നീ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ, നീ ഇത് കേട്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിനകത്ത് ഇങ്ങനെ സംഭവിക്കാമായിരുന്നോ? എൻ്റെ പ്രാർത്ഥന നീ കൈക്കൊള്ളുന്നില്ല എന്നെനിക്കാണ് തോന്നുന്നത്. പലപ്പോഴും നാം പറയുന്ന ശബ്ദങ്ങളാണ്. കർത്താവിന് ചില ഉദ്ദേശമുള്ളിടത്ത്, ഞാനതിങ്ങനെ പറഞ്ഞ് തെറ്റല്ലെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് അധികം സ്നേഹിക്കുന്നവന് അല്പം താമസിച്ചെല്ലാം കൊടുക്കാറുള്ളൂ. അധികം സ്നേഹിക്കുന്നവൻ അധികം താമസിച്ചൊക്കെ കൊടുക്കാറുള്ളൂ എന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ അധികം താമസിച്ച് കൊടുത്താലും ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. താമസിച്ചായിരിക്കും കിട്ടുന്നത്, പക്ഷെ അത് 5 പൗണ്ടിന് മേടിക്കുന്ന സമ്മാനമായിരിക്കത്തില്ല. അതാ ഡിഫറൻറ്റ്. പിന്നെ ചിലർക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയോ?
വിശ്വാസത്തിലും നിലനിന്ന് പോകണം. അതിനുവേണ്ടി അവരങ്ങ് ക്ഷയിച്ചു പോകും. അതിനുവേണ്ടി നീ പെട്ടെന്ന് ഈ പിള്ളേർക്ക് കരയുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്ന പോലെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സാധനം അങ്ങ് കൊടുക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വിശ്വാസത്തിലെങ്കിലും നിന്ന് പൊക്കോട്ടെ പറ എന്ന് വിചാരിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കടയിൽ ചെന്ന് നമുക്കൊരു ലൈറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ചെല്ലാം, ഈ ലൈറ്റ് നമുക്ക് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. എന്നാൽ നമ്മളൊരു സാധനം, ഈ ലൈറ്റ് നമ്മളൊന്ന് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? പറ. ഇങ്ങനെ ആയിരിക്കത്തില്ല ഈ ലൈറ്റ് ഞാൻ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ. ലിനുവിനോട് ഞാൻ ചോദിക്കട്ടെ, ഈ ലൈറ്റ് നീ ഇങ്ങനെ വൈറ്റ് മാത്രമായിട്ട് ഡിസൈൻ ചെയ്യുമായിരുന്നോ? പുള്ളി അതിനകത്ത് 2 റെഡ് വെച്ച് 2 നീല കളർ വെച്ച് പുള്ളിയുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും ആ ലൈറ്റ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ശരിയാണോ ജസനെ? ആരോട് ചോദിച്ചാലും പ്രിൻസിനോട് പറയുകയാണ്, പ്രിൻസ് നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടേതായ സ്പെക്ക് ഉണ്ടാക്കിയിട്ടേ അതിന് പ്ലാൻ ചെയ്ത് തുടങ്ങത്തുള്ളൂ. എന്നാൽ ആ ലാപ്ടോപ്പ് ഡയറക്റ്റ് ആ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് അവർ തരുന്ന സിസ്റ്റത്തിനകത്തിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഓടിച്ചുകൊണ്ടിരിക്കുക. ഇതിനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് നിൽക്കാനാ. എൻ്റെ കസ്റ്റമൈസേഷൻ അല്ല വേണ്ടത്, ദൈവത്തിൻ്റെ കസ്റ്റമൈസേഷനാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ എവിടെയും പരാജയം മണക്കത്തില്ല. അവിടെ ദൈവം വിശ്വസ്തനായി കൂടെ ഇരുന്നിരിക്കും. ഇവിടെ പറയുന്നു, മാർത്ത ചെന്നിട്ട് പറയുകയാണ്, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഇപ്പം മരിച്ചിരിക്കുക. അവിടെ കരയുന്ന സകല എണ്ണത്തിനും കണ്ടപ്പോൾ തന്നെ യേശു കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി. അവരോട് ദുഃഖം കണ്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. അവൻ ലാസറെ ഉയർത്ത് എഴുന്നേൽപ്പിച്ചു. ഒരു പക്ഷേ അവരുടെ ചരിത്ര സംഭവമായിരിക്കും അവരുടെ ജീവിതത്തിനകത്ത്. ഇന്ന് വരെ ഇതുപോലെ മരണപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്നും പുറത്തു വന്ന ഒരു വ്യക്തി പോലും അവരുടെ ജീവിതത്തിനകത്ത് അവർ കണ്ടിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യേശു അത്ഭുതം ചെയ്യുന്നു, മരിച്ചവർ ഉയർപ്പിക്കുന്നു എന്നൊക്കെ. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് ആദ്യമായിട്ട് കാണുകയാണ് ദൈവം ചില വഴികൾ തുറക്കുന്നത്, ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ആവശ്യം എപ്പോഴാണോ ആ സ്പോട്ടിലായിരിക്കാൻ ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം ആ സ്പോട്ടിലായിരിക്കുന്നില്ല. കർത്താവിൻ്റെ പ്രവൃത്തി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്താണ് ദൈവം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന സമയം തൊട്ട് ഇന്നലെ വരെയും ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്ത് കർത്താവിൻ്റെ പ്രവൃത്തി ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ വിശ്വാസം മാത്രം കൈമുതലാക്കി നിങ്ങളിലേക്ക് കൈമാറുകയാണ്. യേശു നിങ്ങൾക്ക് മുമ്പായി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീർ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ, അവൻ സമയത്ത് ഉത്തരം തന്നിരിക്കും. സങ്കീർത്തനം 55:22 പ്രകാരം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ഇന്ന് പകലിൽ ആത്മനിറവിൽ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തിന് നന്നായി അറിയാം. എനിക്കറിയാം, ഇവിടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പല സഹോദരങ്ങളുണ്ട്. ഭവനത്തിൽ ഒറ്റയ്ക്ക് ഒരാളുടെ സാലറിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. നിങ്ങളോട് ഞാൻ ആത്മനിറവിൽ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ വിളിച്ചു പറയുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സഹതാപം കാണിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തൻ്റെ മഹത്വത്തിൻ്റെ ദാനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്നൊരു ദിവസമുണ്ടെന്ന് ഇന്ന് പകൽ ആത്മാവ് ഞാൻ കൈമാറുകയാണ്. ഒരിക്കൽ പോലും അവിശ്വസിച്ചു പോകരുത്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ധൈര്യപ്പെട്ടിരിക്കുക. അത് നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇന്ന് പകല് ദൈവത്തോടൊന്ന് സന്നിധിയിൽ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ, കർത്താവേ, എനിക്ക് മുമ്പായി പോകുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി.
ഞാൻ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ എനിക്ക് മുമ്പായി അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവിടെ ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ആ ദൈവകരത്തിന് എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിൻ്റെ കൃപയെ ഞങ്ങളെ മറക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.